പ്രിയ ദൈവത്തിന് സ്തുതി. ഇന്ന് നാം പങ്കിടുന്ന വിഷയം ഹൃദയഭംഗം നേരിടുമ്പോൾ ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ളതാണ്. എന്താണ് ഹൃദയഭംഗം? നമ്മൾ ശരിയായിട്ട് ചെയ്തിട്ടും നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മെ മനസ്സിലാക്കാതെ നമ്മെ വിട്ടുപോകുമ്പോൾ നമ്മുടെ ഹൃദയം വല്ലാതെ വേദനിക്കുന്ന അവസ്ഥയാണിത്. കുഞ്ഞുങ്ങളെ, ഇന്നലെ നാം ശരിയായതിനായി ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിച്ചു. ചിലപ്പോൾ നാം ശരിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിലും മറ്റുള്ളവർ നമ്മെ മനസ്സിലാക്കാതിരിക്കാം. അപ്പോൾ നമ്മുടെ ഹൃദയം തകർന്നു പോയതുപോലെ തോന്നും. നാം വല്ലാതെ വേദനിക്കും. സങ്കീർത്തനം 34:18 നാം ഇപ്രകാരം വായിക്കുന്നു: ഹൃദയം തകർന്നവർക്ക് യഹോവ സമീപസ്ഥനാകുന്നു. താലന്തുകളുടെ ഉപമകളിൽ വിശ്വസ്തനായ ദാസൻ കഷ്ട സാഹചര്യങ്ങളിലും തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഉപേക്ഷിച്ചില്ല. അതുപോലെ വേദനയും നിരാശയും വന്നാലും നമ്മുടെ വിശ്വാസവും നല്ല ജീവിതവും നാം വിട്ടുകൊടുക്കരുത്. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ പലപ്പോഴും ഒറ്റപ്പെട്ടതായി തോന്നും. കോപത്തോടെ പ്രതികരിക്കും. തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കാര്യം നാം ഓർക്കേണ്ടതുണ്ട്: ഫീൽ, പ്രേ, ഷെയർ ആൻഡ് മൂവ്. ഫീൽ, നമ്മുടെ വിഷമങ്ങൾ നമ്മൾ അടക്കി വയ്ക്കരുത്. പ്രേ, ദൈവത്തോട് പറയുക. ഷെയർ, വിശ്വസിക്കുന്ന ആളോട് മനസ്സ് തുറക്കുക. മൂവ്, ദൈവത്തോടൊപ്പം നടക്കുക. അപ്പോൾ നമ്മുടെ വിഷമങ്ങൾ ആരോട് പറയാം? എല്ലാവരോടും പറയരുത്. ആദ്യം ദൈവത്തോട്, പിന്നെ മാതാപിതാക്കളോട്, ആത്മീയമായി നമ്മെ നയിക്കുന്ന നമ്മുടെ അച്ഛനോട്, അല്ലെങ്കിൽ വിശ്വസിക്കാവുന്ന അധ്യാപകരോട്. കുഞ്ഞുങ്ങളെ, ശരിയായത് ചെയ്യുമ്പോഴും നമുക്ക് വേദന വരാം. പക്ഷേ നാം വിശ്വസ്തനായിരിക്കുക. ദൈവം നമ്മെ ഒരിക്കലും വിട്ടുപോവുകയില്ല. നാം പഠിച്ചതുപോലെ നമുക്ക് ജീവിക്കാം. മറക്കരുത്. ഫീൽ ഇറ്റ്, pray it, share it, and move on with God.